പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ 13-ാമത്തെ അധ്യായം ഓണം. നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം, അധ്യായം 13 ഓണം. ചിങ്ങം പകുതി കഴിഞ്ഞപ്പോഴേക്കും പാടത്ത് കതിര് നിരക്കാൻ തുടങ്ങി. കരിമ്പച്ചയായി കിടന്ന പാടം ഇപ്പോൾ സ്വർണ്ണ നിറമായിക്കൊണ്ടിരിക്കുന്നു. മാനത്ത് മഴക്കാറുകൾ നീങ്ങിപ്പോയി. നല്ല രസമുള്ള ചൂടുള്ള വെയില്. പറമ്പുകളിലും വഴിയോരങ്ങളിലും തുമ്പകൾ കണ്ണുമിഴിക്കുന്നു. മുക്കുറ്റികൾ കാതിൽ കടുക്കൻ അണിയാൻ തുടങ്ങുന്നു. ചെടികളായ ചെടികളൊക്കെ പൂത്തു നിൽക്കുന്നു. ഓണത്തിൻ്റെ വരവാണ്. ഓണം ഒന്ന് വേഗം വരണേ എന്ന് അപ്പു പ്രാർത്ഥിച്ചു. അപ്പുവിൻ്റെ ആഗ്രഹം പോലെ കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞ് സ്കൂള് പൂട്ടി. ഇനിയുള്ള 15 ദിവസങ്ങൾ കളിച്ചു മതിക്കാനും ഓണം കൊണ്ടാടാനുമുള്ളതാണ്. സ്ലേറ്റും പുസ്തകങ്ങളും അബദ്ധത്തിലെങ്കിലും കണ്ണിൽപ്പെടാതിരിക്കാൻ വേണ്ടി രണ്ടാളും കട്ടിലിൻ്റെ അടിയിലേക്ക് നീക്കി വെച്ചു. സ്കൂൾ അടച്ചതിൻ്റെ പിറ്റേന്നായിരുന്നു അത്തം തൊട്ട് പൂവിട്ട് തുടങ്ങണം. മുറ്റത്ത് പൂവിടുന്നത് അപ്പുവിൻ്റെയും ഏട്ടൻ്റെയും ചുമതലയാണ്. അതിരാവിലെ എണീറ്റു. മുറ്റത്ത് പൂവിട്ട് കഴിഞ്ഞാലേ അമ്മ കാപ്പി തരൂ. തെച്ചിയും മന്ദാരവും തുമ്പയും മുക്കുറ്റിയും മത്തപ്പൂവും മരളിപ്പൂവും പറിച്ചുകൊണ്ടു വരണം. അപ്പോഴേക്കും അമ്മ മുറ്റത്ത് വൃത്താകൃതിയിൽ ചാണകം മെഴുകിയിട്ടുണ്ടാവും. പൂക്കളം എങ്ങനെ ഒരുക്കണമെന്ന് അമ്മ പറഞ്ഞു തരും. പൂവിട്ട് കഴിഞ്ഞ് മാറി നിന്ന് നോക്കിയപ്പോൾ അപ്പുവിന് സന്തോഷം തോന്നി. അത്തപ്പൂക്കളം അസലായിട്ടുണ്ട്. അത്തം ദിവസമാണ് നിറയും പുത്തരിയും. പെരുങ്കുരിശി അമ്പലത്തിൽ നിന്ന് പൂജിച്ച കതിര് കൊണ്ടുവരുവാൻ അമ്മ ഏട്ടനെ ഓടിച്ചു. ഏട്ടൻ നെൽക്കതിര് തലയിൽ വെച്ചുകൊണ്ട് പടിക്കൽ നിന്നു. അമ്മ നിലവിളക്ക് കത്തിച്ച് പടിക്കലേക്ക് ചെന്നു. നിറ പൊലി പൊലി, ഇല്ലന്നിറ വല്ലന്നിറ, പത്തായന്നിറ, വട്ടിനിറ കൊട്ടനിറ, നിറ പൊലി പൊലി. വായ്ത്താരി പറഞ്ഞുകൊണ്ട് ഏട്ടൻ അമ്മയുടെ പിന്നാലെ നടന്നു. ചെറിയ ചാണക ഉരുളകൾ കൊണ്ട് നെൽക്കതിരുകൾ ഉമ്മരത്തെ കട്ടിളമുഖപ്പിലും പത്തായത്തിന്മേലും പതിച്ചു വെച്ചു. ഒരു കതിരിൻ്റെ നെല്ല് അമ്മ ഊരി വെച്ചു. ഈ നെന്മണിയുടെ അരിയും ചേർത്ത് ഇന്ന് പുത്തരിപ്പായസം വയ്ക്കും. കലക്കിയ അരിമാവിൽ ഗ്ലാസിൻ്റെ വായ്ഭാഗം മുക്കി വാതിലുകളിലും കട്ടിലകളിലും പത്തായത്തിൻ്റെ പുറത്തും പതിച്ച് അമ്മ വെളുത്ത വട്ടങ്ങൾ ഉണ്ടാക്കി. വെളുത്ത വട്ടങ്ങളിൽ നിന്ന് അരിമാവിൻ്റെ ചാലുകൾ താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ചായയും പലഹാരവും കഴിച്ചെന്ന് വരുത്തി അപ്പവും ഏട്ടനും മുറ്റത്തേക്ക് ചാടി. ഇന്നലെ സന്ധ്യയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന റബ്ബർ പന്തുണ്ട് ഏട്ടൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ. നേരെ മനക്കിലെ പടിക്കലേക്ക്. കുട്ടികളൊക്കെ മനക്കിലെ പടിക്കൽ ഒത്തുകൂടുന്നു. അതിവിശാലമായി കിടക്കുകയാണ് മനക്കിലെ പടിവട്ടം. പന്ത് കളിയും ഗോട്ടുകളിയും ആവാം. കുട്ടിയും കോലും കളിക്കാം. തലമപ്പന്ത് കളിയെങ്കിൽ അങ്ങനെ. ഇഷ്ടം പോലെ സ്ഥലം. കുട്ടികൾക്കു വേണ്ടിയാവണം മഴ സന്തോഷത്തോടെ മാറി നിൽക്കുന്നത്. സൂര്യൻ ഉയർന്ന് ഉച്ചയിൽ വന്നാലും ഊണ് കഴിക്കാൻ പോകണമെന്ന് തോന്നില്ല. ആ നേരം കൂടി കളിക്കാം. പക്ഷെ അറിയാതെ അമ്മയുടെ മുഖം ഓർമ്മ വരും. പിന്നെ അപ്പവും ഏട്ടനും വീട്ടിലേക്ക് ഒരോട്ടമാണ്. എന്തെല്ലാമോ വാരി തിന്ന് തിരിച്ചൊരോട്ടം ഇങ്ങോട്ടും. അച്ഛൻ വരുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞാൽ. അച്ഛൻ വന്നാൽ കുറച്ചുകൂടി നല്ല കുട്ടികളാവേണ്ടി വരും. വെറുതെ അച്ഛൻ്റെ കയ്യിന് പണിയുണ്ടാക്കണോ? വേണ്ട. പൂരാടൻ നാൾ മുതൽ മുറ്റത്ത് പൂക്കളത്തിന് പകരം മാതേരി വയ്ക്കാൻ തുടങ്ങണം. പൂരാടത്തിൻ്റെ അന്ന് 3 മാതേര്, ഉത്രാടത്തിന് 5, തിരുവോണ ദിവസം 7. തൃക്കാക്കരപ്പനും മഹാബലിയും വേറെ. തൃക്കാക്കരപ്പനെയും മഹാബലിയെയും മണ്ണുകൊണ്ട് പീഠങ്ങളുണ്ടാക്കി അതിലാണ് ഇരുത്തേണ്ടത്. മാതേരി വയ്ക്കുമ്പോൾ എണ്ണം കുറയാൻ പാടില്ലത്രേ. മാതേരിൻ്റെ എണ്ണം കുറച്ചാൽ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയുമെന്ന് മുത്തശ്ശി എപ്പോഴും പറയും. മാതേരി ഉരുട്ടാൻ നല്ല ദേഹബലം വേണം. ഗോപാലേട്ടനാണ് അപ്പുവിൻ്റെ വീട്ടിൽ മാതേരി ഉണ്ടാക്കുന്നത്. അമ്മയുടെ മരിച്ചുപോയ വലിയമ്മാമൻ ഗോവിന്ദമാമയുടെ മകനാണ് ഗോപാലേട്ടൻ. വയ്യാട്ടുകുന്നിൻ്റെ അങ്ങേ ചെരുവിലാണ് ഗോപാലേട്ടൻ്റെ തറവാട്. തെങ്ങിൻ തോട്ടവും നെൽകൃഷിയുമുണ്ട് ഗോപാലേട്ടൻ്റെ തറവാട്ടിൽ. കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരാളെ വിട്ടാൽ മതി, ഗോപാലേട്ടൻ എത്തും. മാതേരിന് ഇഴുക്കമുള്ള ചുവന്ന മണ്ണ് വേണം. മണ്ണ് കിളച്ചുകൊണ്ടുവന്ന് കുറേശ്ശെയായി വെള്ളം തളിച്ച് ഉരുട്ടി വലിയ ഉരുളകളാക്കണം. ഉരുള പലകപ്പുറത്ത് വെച്ച് അടിച്ചു മയപ്പെടുത്തണം. പലകപ്പുറത്ത് വെച്ച് തന്നെ അടിച്ചു ചതുരാകൃതിയിലാക്കണം. എന്നിട്ട് കൊട്ടുവടി കൊണ്ട് തട്ടി തട്ടി നീട്ടിയെടുക്കുന്നു. ശർക്കരയച്ചൻ്റെ ആകൃതിയിൽ. തച്ചു നീട്ടി മിനുസപ്പെടുത്തി വെച്ച മാതേര് അപ്പുവിന് ഒറ്റയ്ക്കെടുക്കാൻ പറ്റില്ല. തൃക്കാക്കരപ്പനും മഹാബലിക്കും മറ്റു മാതേരുകളേക്കാൾ ഉയരവും വണ്ണവും വേണം. ഏട്ടൻ മാതേരുരുട്ടാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൃക്കാക്കരപ്പനോട് ചേർത്ത് വയ്ക്കുന്ന മാതേരുകൾക്ക് അത്ര ഉയരം വേണ്ട. അതുകൊണ്ട് 2-3 എണ്ണമൊക്കെ ഗോപാലേട്ടൻ ഏട്ടനെ കൊണ്ടുണ്ടാക്കിക്കും. ഉത്രാടത്തിനാണ് അച്ഛൻ വന്നത്. അച്ഛൻ വരുമ്പോൾ രണ്ടാൾക്കും വെള്ളപ്പൊടി മായാത്ത റബ്ബർ പന്തുകളും കോടിമണക്കുന്ന ഉടുപ്പുകളും കൊണ്ടുവന്നു. ഓരോ പാവുമുണ്ടും. ഗോപാലേട്ടന് ഷർട്ടും മുണ്ടും ഓണപ്പുടവയായിട്ട്.
ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് 5 മണിയായപ്പോഴേക്കും ഗോപാലേട്ടൻ വന്നു. കൈക്കോട്ടും കുട്ടയും എടുത്ത് ഗോപാലേട്ടൻ്റെ കൂടെ മേലെ വളപ്പിലേക്ക്. പുല്ല് ചെത്തി നീക്കി ചുവന്ന മണ്ണും കിളച്ചെടുത്ത് ഗോപാലേട്ടൻ കുട്ടയിൽ നിറച്ചു. അപ്പവും ഏട്ടനും കൂടി കുട്ടയിലെ മണ്ണ് പടിഞ്ഞാറെ മുറ്റത്ത് കൊണ്ടുപോയി കൊട്ടി. 4-5 പ്രാവശ്യം മണ്ണ് നിറച്ച കുട്ട മുറ്റത്ത് കൊണ്ടുവന്ന് കൊട്ടിയപ്പോഴേക്കും അപ്പു ക്ഷീണിച്ചു പോയി. പലകയും കൊട്ടുവടിയും ഒരു കുട്ടിച്ചെമ്പിൽ വെള്ളവും അപ്പു കൊണ്ടുവന്ന് വെച്ചു. ഗോപാലേട്ടൻ മണ്ണ് കുഴച്ച് ഉരുളയുരുട്ടാൻ തുടങ്ങി. സന്ധ്യ മയങ്ങിയിട്ടും ഇരുട്ട് വന്നിട്ടില്ല. ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. പൂ പോലത്തെ വെളിച്ചം. ഇതാണോ ഓണനിലാവ്? മുറ്റത്തും മരക്കൂട്ടങ്ങളിലും നിലാവ് പെയ്യുന്നു. പാടം വെളിച്ചത്തിൽ കുളിച്ചു കിടക്കുന്നു. മറ്റൊരു പലകയും കൊട്ടുവടിയും കൊണ്ടുവന്ന് ഏട്ടനും മാതേരു പണി തുടങ്ങിക്കഴിഞ്ഞു. അച്ഛന് മാതേരുരുട്ടാൻ അറിയില്ലെന്ന് തോന്നുന്നു. എല്ലാം നോക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ. മഹാബലിക്ക് കൂട്ടുവരുന്ന പട്ടരെയും അമ്മ്യാരെയും ഉണ്ടാക്കേണ്ട ചുമതല അപ്പുവിനാണ്. മഹാബലിയുടെ അരിവെപ്പുകാരാണ് പട്ടരും അമ്മ്യാരും. മണ്ണ് കുഴച്ച അപ്പു മഹാബലിയുടെ അരിവെപ്പുകാരെ ഉണ്ടാക്കാൻ തുടങ്ങി. പട്ടർക്ക് വലിയൊരു കുമ്പ, അമ്മ്യാർക്ക് തൂങ്ങിക്കിടക്കുന്ന 2 വലിയ മുലയും വെച്ചു കൊടുത്തു. കാണാൻ നല്ല രസമുണ്ട്. അമ്മി, അമ്മിക്കുഴ, ആട്ടുകല്ല് എല്ലാം ഉണ്ടാക്കണം. ഗോപാലേട്ടൻ്റെ മാതേരുപണി കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിൻ്റെ പട്ടരും അമ്മ്യാരും റെഡി. ഒരു കുഞ്ഞു പലകപ്പുറത്ത് അപ്പു പട്ടരെയും അമ്മ്യാരെയും വെച്ചു. അവരുടെ മുമ്പിൽ അമ്മിയും ആട്ടുകല്ലും. ഗോപാലേട്ടൻ പണിതു കഴിഞ്ഞ മാതേരെ ഓരോന്നായി അരിത്തിണ്ണയിൽ കൊണ്ടുപോയി വെക്കാൻ തുടങ്ങി. അരിത്തിണ്ണയിൽ കുഞ്ഞു പലകപ്പുറത്ത് അപ്പുവിൻ്റെ പട്ടരും അമ്മ്യാരും. തൃക്കാക്കരപ്പനും മഹാബലിക്കും അരമണികൾ ഉരുട്ടുകയാണ് ഏട്ടൻ. അപ്പു അടുക്കളയിലേക്കോടി. അമ്മ അട പരത്തുകയാണ്. വാട്ടിയ ഇലച്ചീന്തുകളിൽ നെയ്മയം പുരട്ടി അരിമാവൊഴിച്ച് കൈകൊണ്ട് പരത്തി അതിനു മീതെ ശർക്കരയും തേങ്ങയും വിളയിച്ചത് കുറേശ്ശെ ഇട്ട് ഇലയുടെ 4 വശവും മടക്കി പിന്നീട് നടുവെ ഒന്നുകൂടി മടക്കി വലിയ കിണ്ണത്തിൽ അടുക്കി വയ്ക്കുകയാണമ്മ. അടുപ്പത്ത് ഉരുളി വെച്ച് കുറച്ച് വെള്ളമൊഴിച്ച് തിളച്ചപ്പോൾ അമ്മ നേന്ത്രപ്പഴം നുറുക്കിയിട്ടു. അതിനു മീതെ വാഴക്കണകൾ തലങ്ങനെയും വിലങ്ങനെയും വെച്ചു. അതിനു മുകളിൽ മടക്കി വെച്ച അടകൾ ഓരോന്നായി അടുക്കി. നേദിക്കാനുള്ള പൂവട പ്രത്യേകം ഉണ്ടാക്കും. ശർക്കരയും തേങ്ങയും കൂടാതെ നേന്ത്രപ്പഴം അരിഞ്ഞതും ചേർത്ത് പ്രത്യേകം മടക്കി വെച്ചിട്ടുണ്ട്. വലിയ അടപ്പ് കൊണ്ട് ഉരുളി അടച്ചു വെച്ചു. തീക്കൊള്ളി പിരിഞ്ഞിട്ടു. പുലരുമ്പോഴേക്കും അടുപ്പിലുള്ള കനലിൻ്റെ ചൂടിൽ അടയും പഴന്നുറുക്കും പാകമായിട്ടുണ്ടാവും. നാളെ തിരുവോണമാണ്. രാവിലെ അടയും പഴന്നുറുക്കും വറുത്തുപ്പേരിയും പപ്പടവുമാണ് കാപ്പിക്ക് വിളമ്പുക. പഴം വെന്ത വെള്ളത്തിലേക്ക് ഇലയടയിൽ നിന്ന് ശർക്കരയുടെയും തേങ്ങയുടെയും രസം ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവും. പഴപ്രഥമൻ്റെ സ്വാദുണ്ടാവും കൊഴുത്ത വെള്ളത്തിന്. അമ്മ കാണാതെ അപ്പു ഉരുളിയിൽ നിന്ന് അത് കുറെ അകത്താക്കും. കണ്ടാലോ അമ്മ കയ്യൊങ്ങി വരും. ചെക്കൻ്റെ വയറിളകൂലോ ദൈവമേ. പുലർച്ചെ 5 മണിക്ക് എണീക്കണം. ഗോപാലേട്ടൻ കുളിച്ചു വരുമ്പോഴേക്കും അമ്മ കിഴക്കേ മുറ്റത്ത് ചാണകം കൊണ്ട് മെഴുകുന്നു. അരിമാവ് കൊണ്ട് അണിയുന്നു. അമ്പും വില്ലും താമരപ്പൂക്കളും അരിമാവ് കൊണ്ട് തന്നെ വരയ്ക്കുന്നു. അണിഞ്ഞതിന് നടുവിൽ തൃക്കാക്കരപ്പനും മഹാബലിക്കും വെവ്വേറെ മരത്തിൽ പണിത പീഠങ്ങൾ. മരത്തിൻ്റെ പീഠങ്ങൾക്കു മേലെ മണ്ണുകൊണ്ടുള്ള പീഠങ്ങൾ. പീഠങ്ങളിൽ തൃക്കാക്കരപ്പനെയും മഹാബലിയെയും എഴുന്നള്ളിച്ചു വെക്കുന്നു. തൃക്കാക്കരപ്പന് അകമ്പടിയായി മാതേരികളെയും വെക്കും. മഹാബലിയുടെ മുമ്പിൽ പട്ടരും അമ്മ്യാരും അമ്മിയും ആട്ടുകല്ലും. ഗോപാലേട്ടൻ തൃക്കാക്കരപ്പനും മഹാബലിക്കും മുമ്പിൽ ആവണപ്പലകയിട്ടിരുന്ന് പൂജ തുടങ്ങുന്നു. തൃക്കാക്കരപ്പനും മഹാബലിക്കും പ്രത്യേകം പൂജ വേണം. അവഗണിച്ചു എന്ന തോന്നൽ രണ്ടാൾക്കും ഉണ്ടാവാൻ പാടില്ലത്രേ. പൂവട തുറന്നു വെച്ച തൃക്കാക്കരപ്പനെയും മഹാബലിയെയും ഊട്ടുന്നതോടെ പൂജ അവസാനിക്കുന്നു. പൂവടയുടെ അവകാശം പൂജിച്ച ആൾക്കാണ്. എന്നാലും ഒരു ഓഹരി അപ്പുവിനും ഏട്ടനും ഗോപാലേട്ടൻ കൊടുക്കും. തൃക്കാക്കരപ്പനെയും മഹാബലിയെയും ചൂടിക്കാൻ വേണ്ടി ദേശത്തു പാണനായ നാരായണൻ പട്ടക്കുട 2 കൊണ്ടുവന്നു വെച്ചു പോയിട്ടുണ്ട്. തുളസിക്കതിരും തെച്ചിക്കുലകളും തൃക്കാക്കരപ്പൻ്റെയും മഹാബലിയുടെയും നെറുകയിൽ കുത്തിവെക്കും. പട്ടക്കുടയും ചൂടിക്കും. 4-ാം പക്കം മാതേരെ എടുത്തു മാറ്റുന്നതുവരെ രാവിലെയും വൈകുന്നേരവും പൂജ വേണം. അത് ഏട്ടൻ ചെയ്തോളും. ഗോപാലേട്ടൻ പുൽപ്പായ വിരിച്ച് കോലായിൽ കിടന്നു. അപ്പുവും ഏട്ടനും ഗോപാലേട്ടൻ്റെ അടുത്ത് കോലായിൽ തന്നെ സ്ഥലം പിടിച്ചു. നിലാവിൽ കുളിച്ചു കിടക്കുന്ന തൊടിയിലേക്ക് നോക്കിയപ്പോൾ അപ്പുവിന് ഒട്ടും പേടി തോന്നിയില്ല. പുലർച്ചെ 5 മണിക്ക് എണീക്കാനുള്ള ഉത്സാഹത്തോടെ അപ്പു കണ്ണടച്ചു കിടന്നു. ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകവേ അപ്പുവിൻ്റെ മനസ്സിൽ പൂവിളി ഉയരുന്നുണ്ടായിരുന്നു. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ. പ്രകാശൻ ചുനങ്ങാട് എഴുതിയ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ അവസാന അധ്യായമായ ഓണം ഇവിടെ അവസാനിക്കുന്നു. പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല ഇക്ബാൽ.
നന്ദി.